ഹായ് കൂട്ടുകാരി, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വിശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ കുഞ്ഞുവിനെ കുറേ പേര് ചോദിക്കുന്നു, കുഞ്ഞുവിന് കുത്തിവെച്ചതാണോ അതോ കുഞ്ഞു പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കുത്തിവെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നാണിപ്പോൾ കുത്തിവയ്പ്പ് നടത്തിയത്, പ്രഗ്നൻസി കുത്തിവയ്പ്പ് നടത്തിയത് കേട്ടോ. നമ്മളുടെ ഇവിടെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ അമ്മനെ കുത്തിവയ്ക്കുന്ന ഡോക്ടർമാർ, ഗവൺമെൻറ് ഡോക്ടർമാർ വന്നിട്ട് കുത്തിവയ്ക്കലാണല്ലോ സാധാരണ ചെയ്യാറ്. അപ്പം അതേ ഒരു സംവിധാനമാണ് കേട്ടോ നമ്മളുടെ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും കാണിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കുത്തിവയ്ക്കണം. മാച്ചക്കൊള്ളുമ്പോഴാണ് നമ്മൾ കുത്തിവയ്പ്പ് നടത്തുക. അപ്പോൾ അത് നമ്മൾ കുത്തിവയ്ച്ചിട്ടുണ്ട് കേട്ടോ. 22 ദിവസം വരെ നോക്കും. 22 ദിവസത്തിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ ഇതേ സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി പിടിച്ചിട്ടില്ല എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും നല്ല ക്ലീനാക്കി ഇടണമല്ലോ. അപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വരുന്നതിന് മുമ്പിന് നമ്മൾ പുകയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊതുകില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അമ്മ പശുവും കുഞ്ഞു പശുവൊക്കെ കണ്ടണക്കണുണ്ട. നമുക്കതുപോലെ തന്നെ നമുക്ക് ആദ്യം പശുവിനെ കൊണ്ടുവന്നപ്പോൾ കിട്ടുന്നതിനെക്കാട്ടി 3 ലിറ്റർ കൂടുതൽ പാല് നമുക്ക് കിട്ടി തുടങ്ങിയില്ലേ. ഇപ്പോൾ നമ്മൾ തീറ്റയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. ഒരു കണക്ക് പ്രകാരം 7 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന്, അല്ല 7 അല്ല 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് ഒരു 13 ലിറ്റർ പാലാക്കി മാറ്റണമെങ്കിൽ അല്ല, ഒരു തീറ്റ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന തീറ്റയാണ് ഇപ്പോൾ എടുക്കുന്നത്. മിൽമയുടെ തീറ്റയാണ്. അപ്പോൾ അതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിനിമം 10 ലിറ്റർ കിട്ടുന്ന പാല് കിട്ടുന്ന പശുവിനാണെങ്കിൽ എത്ര അളവിൽ 7 കിലോ 6 കിലോയ്ക്ക് അടുത്ത് തീറ്റ നമ്മൾ കൊടുക്കും ഒരു ദിവസം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സത്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ തീറ്റ കൂട്ടി നേരത്തേക്ക് നമ്മൾ കുറച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തീറ്റ കൂട്ടിയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായി. ശരിക്കും ഒരു 2.5 ലിറ്റർ പാലിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ കൂടുതൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ തീറ്റയിൽ വന്ന ഒരു മാറ്റമാണ് കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ അവർ ആ മിൽമയുടെ ആ ഒരു ഇതിൽ 500 ഗ്രാമിൻ്റെ ആ ഒരു ഇതിലേ 500 ആ ഒരു ചാക്ക് ആ ചാക്കിൽ എഴുതിയിട്ടുള്ള ആ പ്രകാരം അതിൽ അവർ പ്രിസ്ക്രിപ്ഷൻ പോലും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊരു 10 ലിറ്റർ കറക്കുന്ന പാലാണെങ്കിൽ ഒരു ദിവസം ഇത്ര പെല്ലറ്റ് കട്ടയായിട്ട്, അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടയോടുകൂടി കൊടുക്കണം. വെള്ളം ചേർക്കാതെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്. വെള്ളം ചേർക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. പക്ഷെ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് കൊടുക്കുമ്പോൾ പാലിന് നല്ല കൊഴുപ്പും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാമല്ലോ, നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഈ രീതിക്ക് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇല്ലേ, പാലിൻ്റെ കൊഴുപ്പാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ സൊസൈറ്റി തന്നെ 1 ലിറ്ററിന് അവരവിടെ കൊടുക്കുന്നത് വില 58 രൂപയാണ്. 1 ലിറ്ററിന് സൊസൈറ്റിയിൽ കൊടുക്കണ വില കേട്ടോ. അവർ പുറത്തേക്ക് പാല് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 55 രൂപ 57 രൂപ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 ലിറ്ററിന്. സാധാരണ എല്ലാവരും പറയും സൊസൈറ്റി കൊടുത്ത ലാഭമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സൊസൈറ്റി പല്ലവരാണ്, അവിടെ നല്ല ലാഭമുണ്ട്. കാരണം 1 ലിറ്ററിന് 57 രൂപ വരെ നമുക്ക് കിട്ടാറുണ്ട്. 57 വരെ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ പലവരും ഇല്ലേ, പലവിടെയുള്ള ആൾക്കാർ എന്തിനാ പറയണം, മുതലമടയിൽ കിടക്കുന്ന ആൾക്കാർ പലവരും വന്നിട്ട് ഫാമുകാരാണ്. അവര് ഒരു 10-700 ലിറ്റർ പാലിന്റെ അടുത്തുണ്ട്. അതുവരെ നമ്മുടെ സൊസൈറ്റിയിലെ പലവരും വന്നിട്ടാട്ടോ അവർ ഒഴിക്കുന്നത്. ഇവിടുന്ന് അത്ര ദൂരം കിടക്കുന്നു. കാരണം കുറേ സൊസൈറ്റിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ധരിക്കപ്പോഴാണ് മനസ്സിലായത്. അവർ പറയുന്നത് അവൻ്റെ അവിടുത്തെ സൊസൈറ്റിനെയും കാട്ടി പാലിൻ്റെ പൈസ ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പശുവുള്ള സമയത്ത് നമ്മൾ അവിടുത്തെ സൊസൈറ്റിയിൽ ഒഴിക്കുന്ന ടൈമിൽ നമുക്കൊരു 42-43 ആ ഒരു റേറ്റ് നമ്മൾ ഒരു 2-3 വർഷം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഡിഫറൻസും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇല്ലേ, നമുക്ക് 42 രൂപ കിട്ടിയിട്ടുള്ള പാലിന് 50-57 ഒക്കെ കിട്ടി തുടങ്ങിയില്ലേ. അപ്പം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ നമുക്ക് 45-46 രൂപ ആ ഒരു ലെവലിൽ തന്നെയാണ്. ആദ്യം തുടക്കത്തിലൊക്കെ 42 കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ പശു നന്നായി ചവിട്ടാനൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് 38 രൂപ. അകിട് വീക്കം വന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മളെ വീടൊക്കെ നിർത്തുകയാണ് എന്നൊക്കെ വേണ്ട സമയത്ത് ആദ്യം 38 രൂപ ഒറ്റ തവണ കേട്ടോ. ആ ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ. അതിന് ശേഷമൊക്കെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്കും പശുവിൻ്റെ പാലിൻ്റെ അളവ് കൂടണം, അതുപോലെ തന്നെ എങ്ങനെ തീറ്റ കൊടുക്കണ്ടെന്നൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അല്ല, മുമ്പത്തെ ഒരു വീഡിയോയില് ഈ പശുവിനൊന്നും ഇത്ര തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ട്. പക്ഷെ നമ്മളാ കൊടുക്കുന്ന തീറ്റയ്ക്ക് തന്നെയാണ് അത് നമുക്ക് പാല് ഏത് പശു ആണെങ്കിലും നമുക്കത് മനസ്സിലായി. നമ്മൾ തീറ്റ കുറച്ച് കൊടുത്തപ്പോൾ നമുക്ക് അതിനുള്ള പാല് കിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1-2 നമുക്ക് 2.5 ലിറ്റർ പാലിന്റെ അടുത്താണ് ഇപ്പൊ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളില്ലേ ഏത് പശുവാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന തീറ്റ പോലെ ഇരിക്കും കേട്ടോ അവർക്ക് കിട്ടുന്ന പാലും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന തീറ്റ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല പാലും കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കൊഴുപ്പും കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീട്ടിൽ പശു ഉള്ളവരൊക്കെ കമൻറ്റ്
കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിലൂടെ, നമ്മുടെ ഈ പശുജീവിതം എന്നുള്ള വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് തന്നെ നമ്മൾക്ക് പശുവിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എന്തൊക്കെ അറിഞ്ഞു, നമുക്ക് ഒരു ദിവസം എത്ര പാല് കൂടുതൽ കിട്ടണം. നമ്മളിതൊരു ബിസിനസ്സായിട്ടും, അതായത് നമ്മൾ പാലെന്ന് പറയുന്ന വീട്ടാവശ്യത്തിന് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമ്മൾ സൊസൈറ്റിക്കാണല്ലോ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ആ വരുമാന മാർഗ്ഗം നമുക്ക് കൂട്ടാനും, നമുക്കൊരു മാസം ഇപ്പോൾ 2000 രൂപ നമുക്ക് തീറ്റയ്ക്ക് സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ 2000 രൂപ നമുക്ക് തീറ്റയ്ക്ക് നമ്മൾ ചിലവാക്കുന്നുണ്ട്. നമുക്ക് 10,000 രൂപ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലാഭം തന്നെയല്ലേ, എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിക്കൊക്കെ പശു വളർത്താൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് നോക്കണം താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്തു കേട്ടോ, നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമുക്കില്ലേ സൊസൈറ്റിയിൽ നിന്ന് പെല്ലറ്റ് സബ്സിഡി ഉണ്ട് കേട്ടോ. നമുക്കൊരു 2 ചാക്ക് എന്ന് വെച്ചാൽ 100 കിലോ പെല്ലറ്റ് നമുക്ക് സബ്സിഡി കിട്ടും. കാരണം അതിൻ്റെ ഒറിജിനൽ വില വന്നിട്ട് 2 ചാക്ക് എടുക്കുമ്പോൾ നമുക്ക് 2600 രൂപ വരും. പക്ഷേ സബ്സിഡി നമുക്ക് 730 രൂപയെ വരുള്ളൂ. അപ്പോൾ മാസം മാസം നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമുക്ക് നല്ലൊരു ലക്കാണ് കേട്ടോ, നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ കാര്യങ്ങൾ. ഇതാ മിക്കു എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. മിക്കു ഇതാ ട്രൗസറൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ചൊറിയുമല്ലോ. മിക്കു കണ്ട പശുവിന് വൈക്കോല് വെള്ളം വെച്ച് കൊടുത്ത. മിക്കു വെള്ളം വെച്ച് കൊടുക്ക്. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് മതി, വാ കുളിക്കാൻ പോവാ. കുളിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ.